Hello students. അപ്പോൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ ഒരു മികച്ച വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഒരു പ്രോഗ്രാമാണ് ലോങ് ടേം പ്രോഗ്രാം അല്ലേ. അതായത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം, അതായത് ഏത് എഞ്ചിനീയറിംഗ് ഓർ മെഡിക്കൽ ഫീൽഡിലേക്ക് എൻട്രൻസ് പരീക്ഷയിൽ ഒരു മികച്ച വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന നമ്മുടെ പ്രോഗ്രാമാണ് ലോങ് ടേം പ്രോഗ്രാം. സോ ലോങ് ടേം പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം 2 ഇയർ പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ 1 ഇയർ ഉണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് 2 ഇയർ പ്രോഗ്രാം. അതുപോലെ തന്നെ ഒരു +2ലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മൾ 1 ഇയർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോങ് ടൈം പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാനൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഈ ഒരു ലോങ് ടൈം പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ബ്രില്യൻ പാല എന്ന നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗൂഗിളിൽ brilliantpala.org സൈറ്റാണ് ഉള്ളത്. സോ ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ റിപ്പീറ്റേഴ്സ്, ബ്രില്യൻറ്റ്, ടെസ്റ്റ് സീരീസ്, CUT, BSS, സ്ക്രീൻ ടെസ്റ്റ്, ക്ലാസ് 8 to ക്ലാസ് 12 ട്യൂഷൻ എന്നിങ്ങനെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കിവിടെ വേണ്ടത് ലോങ് ടൈം പ്രോഗ്രാമാണ്. ലോങ് ടൈം 2025 പ്രോഗ്രാമിലേക്കാണ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ മേളിൽ കാണാൻ സാധിക്കും കോഴ്സസ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലാസ് റൂം ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ഉണ്ട്. ഈ ക്ലാസ് റൂമിനകത്ത് ഇവിടെ ഈ ക്ലാസ് റൂം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ക്ലാസ് റൂം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ലോങ് ടൈം ക്ലാസ് 11 to ക്ലാസ് 12 ലോങ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ചൂസ് ചെയ്യുമ്പോഴും ഇവിടെ നിങ്ങൾക്ക് ലോങ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പ്രധാനമായും ലോങ് ടൈം ഓൺലൈനും ഓഫ്ലൈൻ ബാച്ചുകളുമുണ്ട്. അതായത് ഓൺലൈൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്കിവിടെ ഒരു ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ മറ്റു കുറച്ച് ഓപ്ഷനും ഉണ്ട്. ഇവിടെ ഈ അനൗൺസ്മെൻറ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോങ് ടൈം പ്രോഗ്രാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും നമുക്കിവിടെ കോഴ്സസ് സെലക്ട് ചെയ്യാം. ഈ ഒരു കോഴ്സസിനകത്ത് ക്ലാസ് റൂം സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ലോങ് ടൈം കൊടുക്കാം. യെസ്, അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലോങ് ടൈം 2024 1 ഇയർ പ്രോഗ്രാം, അതുപോലെ തന്നെ ലോങ് ടൈം 2025 2 ഇയർ പ്രോഗ്രാം. സോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലോങ് ടൈം 1 ഇയർ ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടൈം 2 ഇയർ പ്രോഗ്രാമും ഉണ്ട്. 1 ഇയർ പ്രോഗ്രാം എന്ന് പറയുമ്പം +1 കഴിഞ്ഞ് +2ലേക്ക് കയറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് 1 ഇയർ പ്രോഗ്രാം. 2 ഇയർ പ്രോഗ്രാം എന്ന് പറയുമ്പം 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് കയറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു 2 ഇയർ പ്രോഗ്രാം ഉള്ളത്. അത് 2 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട്. 1 ഇയർ പ്രോഗ്രാം നമുക്ക് ഓൺലൈൻ മോഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സോ നമുക്ക് എന്തായാലും ഇവിടെ 2 ഇയർ പ്രോഗ്രാം എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോങ് ടൈം 2025 2 ഇയർ പ്രോഗ്രാം. സോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. യെസ്, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോങ് ടൈം 2025 2 ഇയർ പ്രോഗ്രാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് ബ്രോഷർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ക്ലാസ് 10 കംപ്ലീറ്റഡ് സ്റ്റുഡൻസ്, 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു 2025 2 ഇയർ പ്രോഗ്രാം ഉള്ളത്. പ്രോഗ്രാം പറയുമ്പോൾ ലോങ് ടൈം ഓൺലൈൻ ബാച്ച് ഉണ്ട്, ലോങ് ടൈം സൂപ്പർ ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്, അതുപോലെ തന്നെ ലോങ് ടൈം സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലോങ് ടൈം ഓഫ്ലൈൻ വരുമ്പം ഓഫ്ലൈൻ ഏതൊക്കെ സെൻറ്ററാണ് വരുന്നത്, അതുപോലെ തന്നെ ലോങ് ടൈം സൂപ്പർ ഓഫ്ലൈൻ ബാച്ചസ് എവിടേക്കാണ് സെൻറ്റർ വരുന്നത്, അതുപോലെ തന്നെ ലോങ് ടൈം സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചസ് എവിടേക്കാണ് സെൻറ്റർ വരുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു കോഴ്സ് ബ്രോഷറും കൊടുത്തിട്ടുണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ബ്രോഷർ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു കോഴ്സ് ബ്രോഷറിന് തൊട്ട് താഴെയായിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, രജിസ്റ്റർ. സോ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വേണം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട്. സോ എന്തായാലും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് ID ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റുഡൻറ്റ് IDയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഈ ഒരു ബ്രില്യൻറ്റിലേക്ക് ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ്, ഈ ഒരു സൈൻ അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു സൈൻ അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് IDയും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, സൈൻ അപ്പ്. യെസ്, ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, അതുപോലെ തന്നെ ഏത് ക്ലാസ്സാണോ പഠിക്കുന്നത് അത് കൊടുക്കുക. എന്തായാലും നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്, അപ്പം ആ ഒരു ഏത് നമ്പർ വെച്ചാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തത് ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സോ നമുക്ക് ആ ഒരു OTP വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്, ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേരും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് IDയും. എനിക്കൊരു സ്റ്റുഡൻറ്റ് ID കിട്ടിയിരിക്കുകയാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോഴാണ് എനിക്കൊരു സ്റ്റുഡൻറ്റ് ID കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് ആ ഒരു ID. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ കാണാൻ സാധിക്കുന്നത് മൈ കോഴ്സസ്, നമുക്ക് ഏതൊക്കെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോങ് ടൈം 2025 സൂപ്പർ ഓൺലൈൻ ബാച്ചിലേക്ക് എൻറോൾ ചെയ്യാം, അതുപോലെ തന്നെ സൂപ്പർ ഓഫ്ലൈൻ ബാച്ചസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചസ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസും എൻറോൾ ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ വേണ്ടത് 2 ഇയർ പ്രോഗ്രാമാണ്. ലോങ് ടൈം 2025 സൂപ്പർ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചാണ് വേണ്ടത്. നമുക്കറിയാം ഈ വരുന്ന സെപ്റ്റംബർ 20 നമ്മുടെ 6th ഫേസ് ഓൺലൈൻ ബാച്ച്, ലോങ് ടൈം ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സംശയമുള്ള എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു വീഡിയോ കാണേണ്ടതാണ്. എന്തായാലും നമുക്കിവിടെ ലോങ് ടൈം 2025 സൂപ്പർ ഓഫ്ലൈൻ ബാച്ചിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ആ ഒരു രജിസ്റ്റർ ചെയ്യുന്ന പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ സെയിം തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ സെൻറ്റർ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മാത്രം കൊടുത്താൽ മതി, സെൻറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അതിനിവിടെ നമുക്ക് കാണാൻ സാധിക്കും ലോങ് ടൈം 2025 സൂപ്പർ ഓഫ്ലൈൻ ബാച്ചസ്. ഇവിടെ എൻറോൾ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്യുക. യെസ്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ക്ലാസ്സൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്, അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ഒന്ന് വായിച്ച് നോക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ സെൻറ്ററിലാണ് നമുക്ക് ഈ ഒരു ലോങ് ടൈം ഓഫ്ലൈൻ ബാച്ച് ഉള്ളത് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഇവിടെ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഏത് സെൻറ്റർ വേണം, നിങ്ങളുടെ വീടിനടുത്തുള്ള സെൻറ്റർ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ എന്തായാലും ഇവിടെ തൽക്കാലം പാല സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച്, ഏത് ബാച്ചിലേക്കാണ് വേണ്ടത്, എഞ്ചിനീയറിംഗ് വേണോ മെഡിക്കൽ വേണോ, 2 ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബാച്ചാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ബാച്ച് സെലക്ട് ചെയ്യാം. അതല്ല മെഡിക്കൽ ബാച്ചിലേക്കാണ്, നീറ്റ് മെഡിക്കൽ ബാച്ചിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ ഒരു ബാച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാനിവിടെ മെഡിക്കൽ ബാച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ. ആ ഒരു ബാച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫീസ് കാര്യങ്ങൾ, ആ ഒരു ഫീസ് സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. ക്വാളിഫിക്കേഷൻ, എൻ്റെ പ്രൈമറി ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് സ്ട്രീമാണ്, സെലക്ട് സ്ട്രീമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് സ്ട്രീമിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുക്കണം. സോ ഞാനിവിടെ CBSE ഉണ്ട്, SLC ഉണ്ട്, ICSE ഉണ്ട്. അപ്പോൾ ഞാനിവിടെ CBSE സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ ക്ലാസ് 10 ഡീറ്റെയിൽസ്, നിങ്ങളുടെ ക്ലാസ്സിലെ ക്ലാസ് 10 ഡീറ്റെയിൽസ് നിങ്ങളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇയർ ഓഫ് പാസിങ്, നിങ്ങൾ ഏത് വർഷമാണ് പാസ് ചെയ്തത്, ഇയർ ഓഫ് പാസിങ് നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായത്. സോ ആ ഒരു ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കുക. ഞാനതിലിവിടെ 23 കൊടുക്കാം. ഓക്കെ,
റിസൾട്ട് സ്റ്റാറ്റസ്, റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പാസ്ഡ് ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. റോൾ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ക്ലാസ് 10 മാർക്ക് എത്രയെന്ന്, എൻ്റെ ക്ലാസ് 10 മാർക്ക്. അപ്പോൾ നിങ്ങളുടെ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റിൻ്റെ മാർക്ക് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിവിടെ സയൻസിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കൊടുക്കാം, ഔട്ട് ഓഫ് 100. ഓക്കെ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, സോ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അപ്ലോഡ് ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, നമ്മുടെ 10ൻ്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക, JPG ഓർ PNG ഫോർമാറ്റിൽ അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ മാത്രമായിരിക്കണം ഈ ഒരു മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു 10ലെ മാർക്ക് ഷീറ്റും നമുക്കിവിടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പം നമ്മൾ മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, മസ്റ്റ് കൺഫേം യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻറ്റേർഡ് ഫോർ ആക്ടിവേറ്റിംഗ് ദിസ് അഡ്മിഷൻ റിക്വസ്റ്റ്. സോ നമുക്കിവിടെ കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം. യെസ്, സക്സസ്ഫുൾ. യുവർ റിക്വസ്റ്റ് ഫോർ കോഴ്സ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ സെൻഡ് സക്സസ്ഫുള്ളി. വി വിൽ അപ്ഡേറ്റ് യു സൂൺ. ഓക്കെ, യെസ്, അപ്പം അടുത്ത വിൻഡോ എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ആണ്. അതായത് നമ്മളിവിടെ ഒരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടി ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുത്തു. യെസ്, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഇവിടെ എൻ്റെ അപ്ലൈഡ് കോഴ്സ് സ്റ്റാറ്റസ് ആണ് കാണുന്നത്. നമ്മളിപ്പം ഒരു രജിസ്ട്രേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ മറ്റൊരു ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ ഇവിടെ അപ്ലൈഡ് കോഴ്സ് സ്റ്റാറ്റസ് ആണ് കാണുന്നത്. ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്രൂവ്ഡ് ആണ്. അപ്പം ഞാനിവിടെ റിക്വസ്റ്റ് ചെയ്തു, രജിസ്ട്രേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അപ്പം എനിക്ക് ഇവിടുന്ന് അപ്രൂവൽ കിട്ടി. സോ അതുകൊണ്ട് ഇവിടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു അപ്രൂവൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ എന്ന് വല്ലതും ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ നിന്ന് അപ്രൂവ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ സ്റ്റാറ്റസ് കാണിക്കുന്നതായിരിക്കും. സോ ഇൻ കേസ് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളത് ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് അപ്രൂവൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ഒരു പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, രജിസ്റ്റർ ആൻഡ് പേ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സോ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്ക്. യെസ്, ഇവിടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, കോഴ്സ് പേയ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു ഫോട്ടോ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. സോ അതും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇവിടെ അപ്ലോഡ് ഫോട്ടോ ഇൻ JPG ഓർ PNG ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിലോ 300 KB, 300 KB താഴെ ആയിരിക്കണം ഫോട്ടോയുടെ സൈസ്. ഓക്കെ, അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്, നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. സോ അതും ഫില്ല് ചെയ്ത് കൊടുക്കുക. നെയിം ഓഫ് സ്കൂൾ ലാസ്റ്റ് സ്റ്റഡീഡ് ഓർ സ്റ്റഡിങ്, നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ കൺട്രിയും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളുമാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതും ഫില്ല് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അഡ്രസ്സ് ഫില്ല് ചെയ്യുമ്പം ഒരു തെറ്റും വരുത്താതെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്, അപ്പം നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നെക്സ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോഴ്സ് പേയ്മെന്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു എത്രയാണ് ഫീസ്, കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോഴ്സ് പേയ്മെന്റ് ആണ്, പേയ്മെന്റ് ഓപ്ഷൻ ആണ്. സോ പേയ്മെന്റ് നിങ്ങൾക്ക് രണ്ട് രീതി നടത്താം. അതായത് പേ ഓൺലൈൻ, അതുപോലെ തന്നെ പേ ഓഫ്ലൈൻ. ഓൺലൈൻ മോഡിലും അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡിലും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് നടത്താവുന്നതാണ്. ഓൺലൈൻ ആണെങ്കിൽ നമ്മുടെ GPay വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും പേയ്മെന്റ് നടത്താം. ഇനി അല്ല ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേ ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെല്ലാൻ. സോ ഈ ഒരു ചെല്ലാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ എന്തായാലും ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ തൽക്കാലം പേ ഓൺലൈൻ ഓപ്ഷൻ കൊടുക്കാം. പേ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുറച്ച് റീഫണ്ട് പോളിസിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, യെസ്. അപ്പം 2 ഇയർ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസാണ് ഇപ്പോൾ ആദ്യം അടയ്ക്കേണ്ടത്. സോ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും എമൗണ്ട് നമ്മളിപ്പം പേ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ UPI വഴിയോ അല്ലെങ്കിൽ കാർഡ് വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം. സോ അത് നിങ്ങൾ ഇപ്പം UPI വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു UPI സെലക്ട് ചെയ്തിട്ട് UPI ID യോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് നിലവിലിപ്പം ഉള്ളത്. പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങളെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്ത് ബാച്ചിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലോങ് ടൈം 2025 ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ brilliantpala.org സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോങ് ടൈം ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ലോങ് ടൈം ബാച്ചിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും സംശയമുള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ കണ്ട് ആ ഒരു സംശയം ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ലോങ് ടൈം ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക. ഓക്കെ, സോ താങ്ക് യു.